بسم الله الرحمن الرحيم. السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. الله سبحانه وتعالى നമ്മെ അനുഗ്രഹിക്കട്ടെ. വിശുദ്ധമായ സൂറത്തുൽ ഫാത്തിഹയെ സംബന്ധിച്ചാണ് നാം ചർച്ച ചെയ്തു വരുന്നത്. സൂറത്തുൽ ഫാത്തിഹയിലെ ഒന്നാമത്തെ ആയത്ത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ്. റഹ്മാനും റഹീമുമായ അല്ലാഹുവിൻ്റെ നാമം കൊണ്ട് ഞാൻ ആരംഭിക്കുന്നു എന്നതാണ് അതിൻ്റെ അർത്ഥം. അതിൻ്റെ വിശാലമായ ചർച്ചകളിലേക്ക്, പദാനുപദ വിശദീകരണത്തിലേക്ക് നമുക്ക് പോകേണ്ടതുണ്ട്. വിശുദ്ധ ഖുർആനിൽ 114 അധ്യായങ്ങളാണുള്ളത്. ആ 114 അധ്യായങ്ങളിൽ ഒരു അധ്യായം ഒഴികെയുള്ള എല്ലാ സൂറത്തുകളും ആരംഭിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ആരംഭത്തിലുള്ളത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന പദമാണ്, എന്ന വാചകമാണ്. എന്നാൽ സൂറത്തു തൗബയുടെ ആരംഭത്തിൽ നമുക്ക് ബിസ്മി കാണാൻ കഴിയുകയില്ല. എന്ന് മാത്രമല്ല, ആ സൂറത്ത് ബിസ്മി കൊണ്ട് ആരംഭിക്കൽ ഹറാമാണ്. ഇനി സൂറത്തു തൗബയുടെ ഇടയിൽ നിന്നാണ് നമ്മൾ ഓതുന്നത് എങ്കിൽ അവിടെ ബിസ്മി ഓതൽ കറാഹത്താണ് എന്നുമാണ് മഹാന്മാരായ പണ്ഡിതന്മാര് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. എന്നാൽ ഖുർആനിൽ നമുക്ക് 114 ബിസ്മികൾ കാണാൻ കഴിയും. സൂറത്ത് തൗബയിൽ ബിസ്മി ഇല്ലാത്തതിനോട് കൂടെ തന്നെ നമുക്ക് 114 ബിസ്മി സൂറത്തിൽ ഖുർആനിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അതെവിടെയാണ്? സൂറത്തു നംലിന്റെ ഇടയിൽ സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് ഒരു ബിസ്മി നമുക്ക് കാണാൻ കഴിയുന്നതാണ്. സൂറത്തുകളുടെ തുടക്കത്തിലുള്ള ബിസ്മി അത് സൂറത്തിന്റെ ഭാഗമാണോ അല്ലയോ എന്ന വിഷയത്തിൽ മഹാന്മാരായ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ഓരോ സൂറത്തുകളുടെയും ആരംഭത്തിൽ കാണുന്ന ബിസ്മി ആ സൂറത്തിന്റെ ഒന്നാമത്തെ ആയത്താണ് എന്ന് അഭിപ്രായപ്പെട്ട പണ്ഡിതന്മാരുണ്ട്. അതല്ല, ഒന്നാമത്തെ ആയത്തിന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്. മാത്രമല്ല, സൂറത്തുൽ ഫാത്തിഹയുടെ ആരംഭത്തിലുള്ള ബിസ്മി അത് സൂറത്തുൽ ഫാത്തിഹയുടെ ഭാഗമാണ് എന്നാണ് മഹാനായ ഇമാം ഷാഫിഈ റഹിമഹുല്ല അടക്കമുള്ള പണ്ഡിതന്മാരുടെ അഭിപ്രായം. സുഇല മുഹമ്മദ് ബിൻ ഹസൻ ശൈബാനി റഹിമഹുല്ല മഹാനവറുകളോട് ചോദിക്കപ്പെട്ടു, ഖുർആനിന്റെ സൂറത്തുകളുടെ ആദ്യത്തിലുള്ള ബിസ്മികളെ സംബന്ധിച്ച് ചോദിക്കപ്പെട്ടപ്പോ ഫഖാല, മഹാനവറുകൾ പറഞ്ഞു, മാ ബൈന ദഫതൈനി കലാമുല്ലാഹ്, രണ്ട് ചട്ടകൾക്കിടയിലുള്ളത് എന്തൊക്കെയുണ്ടോ അതെല്ലാം വിശുദ്ധ ഖുർആനിന്റെ ഭാഗമാണ് എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ അഭിപ്രായ പ്രകാരം ബിസ്മികളെല്ലാം വിശുദ്ധ ഖുർആനിന്റെ ഭാഗമാണ്. ഇതിനെ സാധൂകരിക്കുന്ന നിരവധി ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു, മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അന്ന നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാൽ, പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു,
ഫാത്തിഹത്തുൽ കിതാബി സബ്ഉ ആയാത്തിൻ ഊലാഹുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഫാത്തിഹത്തുൽ കിതാബ്, അതേ സൂറത്തുൽ ഫാത്തിഹ 7 ആയത്തുകളാണ്. ഊലാഹുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അതിന്റെ ഒന്നാമത്തെ ആയത്ത് അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതാണ് എന്ന് പുണ്യനബി തങ്ങൾ പഠിപ്പിച്ചതായിട്ട് മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുകയാണ്. മഹദി ഉമ്മു സലമ റളിയല്ലാഹു അൻഹ പറയുന്നു, ഖറഅ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അൽ ഫാത്തിഹ, നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഫാത്തിഹ ഓതി. വഅദ്ദ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം ആയത്തൻ, അതിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ളതിനെ ഒരു ആയത്തായിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എണ്ണുകയും ചെയ്തു. അപ്പോൾ ഈ ആയത്തുകളുടെ എല്ലാം, ഈ ഹദീസുകളുടെ എല്ലാം വെളിച്ചത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് ബിസ്മി എന്നുള്ളത് വിശുദ്ധ ഖുർആനിന്റെ ഭാഗമാണ്. സൂറത്തുൽ ഫാത്തിഹയുടെ ഒന്നാമത്തെ ആയത്താണ്. ഗതകാല പ്രവാചകന്മാരെല്ലാം ബിസ്മിയെ മുറുകെ പിടിച്ചവരായിരുന്നു എന്ന് ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് കാണാം. വിശുദ്ധ ഖുർആനിൽ തന്നെ നിരവധി സ്ഥലങ്ങളിൽ നമുക്ക് കാണാം. മഹാനായ ശൈഖുൽ അംബിയ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നിടത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം ജലപ്രളയത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് കപ്പൽ നിർമ്മിക്കുകയുണ്ടായി. അങ്ങനെ കപ്പലിന്റെ സഞ്ചാരം ആരംഭിക്കുന്ന സമയത്ത് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞ വാക്ക് വിശുദ്ധ ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. വഖാലർകബു ഫീഹാ ബിസ്മില്ലാഹി മജ്രേഹാ വമുർസാഹാ. നൂഹ് നബി അലൈഹിസ്സലാം പറഞ്ഞു, ഇർകബു ഫീഹാ, നിങ്ങൾ ഈ കപ്പലിൽ കയറിക്കോ. ബിസ്മില്ലാഹി മജ്രേഹാ വമുർസാഹാ, അല്ലാഹുവിന്റെ നാമം കൊണ്ടാണ്, അല്ലാഹുവിന്റെ നിയന്ത്രണത്തിലാണ് ഈ കപ്പലിന്റെ സഞ്ചാരവും ഇതിന്റെ മുന്നോട്ടുള്ള ഗമനവും. മഹാനായ നബിയുല്ലാഹി സുലൈമാൻ അലൈഹിസ്സലാം, ലോകം അടക്കി ഭരിച്ച ആഗോള ചക്രവർത്തി സുലൈമാൻ അലൈഹിസ്സലാം ബൽഖീസ് രാജ്ഞിക്ക് അയച്ചു കൊടുത്ത കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞാണ് ആ കത്ത് ആരംഭിച്ചത് എന്ന് ഖുർആൻ സൂറത്തുൻ നംലിൽ അല്ലാഹു പറയുന്നുണ്ടല്ലോ. ഖാലത് യാ അയ്യുഹൽ മലഉ ഇന്നി ഉൽഖിയ ഇലൈക കിതാബുൻ കരീം, ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം ഇന്നഹു മിൻ സുലൈമാൻ وإنه بسم الله الرحمن الرحيم. قالت ബൽഖീസ് രാജ്ഞി പറഞ്ഞു, യാ അയ്യുഹൽ മലഉ, അവരുടെ കൊട്ടാരവാസികളായ ആളുകളോട്, അവരുടെ പ്രജകളായ ആളുകളോട് ബൽഖീസ് രാജ്ഞി പറഞ്ഞു, ഇന്നി ഉൽഖിയ ഇലയ്യ കിതാബുൻ കരീം, ഒരു ആദരണീയമായ, ആദരിക്കപ്പെടേണ്ട ഒരു കത്ത് എനിക്ക് കിട്ടിയിട്ടുണ്ട്. ഇന്നഹു മിൻ സുലൈമാൻ, അത് ആഗോള ചക്രവർത്തി സുലൈമാനിൽ നിന്നുള്ളതാണ് അലൈഹിസ്സലാം. ആ കത്തിന്റെ ആരംഭം എങ്ങനെയെന്നറിയുമോ? വഇന്നഹു ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നുള്ള വാചകം കൊണ്ടാണ് ആ കത്ത് ആരംഭിച്ചിരിക്കുന്നത്. വിശുദ്ധ ഖുർആൻ തന്നെ ഗതകാല പ്രവാചകന്മാര് ബിസ്മിയെ മുറുകെ പിടിച്ചിരുന്നു എന്നുള്ളതിന് നിരവധി തെളിവുകൾ നമുക്ക് പറഞ്ഞു തരികയാണ്. മാത്രമല്ല, ബൽഖീസ് രാജ്ഞിയുടെ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ കൊട്ടാരത്തിലേക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി അത് ആരാണ് എത്രയും പെട്ടെന്ന് കൊണ്ടുവരിക എന്ന് സുലൈമാൻ നബി അലൈഹിസ്സലാം തന്റെ രാജസദസ്സിൽ ചോദിച്ചപ്പോ അക്കൂട്ടത്തിൽ ഉണ്ടായിരുന്ന ഒരു ജിന്ന് എഴുന്നേറ്റിട്ട് പറഞ്ഞു, അങ്ങ് ഈ സദസ്സ് പിരിയുന്നതിന് മുമ്പ് ഞാൻ ആ സിംഹാസനം അങ്ങയുടെ മുന്നിൽ കൊണ്ടുവരാം.
അപ്പം മഹാനവറുകൾ പറഞ്ഞു, പോരാ, അതിനേക്കാൾ വേഗത്തിൽ ആർക്ക് കൊണ്ടുവരാൻ കഴിയുമെന്ന് ചോദിച്ചപ്പോ ആ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന, രാജസദസ്സിൽ ഉണ്ടായിരുന്ന ഒരു വലിയായ അല്ലാഹുവിന്റെ അടുത്ത ആരിഫായ ആബിദായ ആസിഫുന് ബർഖിയ എന്ന് പറയുന്ന മഹാനവറുകൾ എഴുന്നേറ്റ് നിന്നിട്ട് പറഞ്ഞു, അങ്ങ് കണ്ണടച്ചു തുറക്കുന്നതിന് മുമ്പ് അങ്ങയുടെ മുന്നിലേക്ക് ഞാൻ ആ സിംഹാസനം കൊണ്ടുവരാമെന്ന് പറയുകയും ക്ഷണനേരം കൊണ്ട് ആ സിംഹാസനം, ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ അപ്പുറയുള്ള ആ സിംഹാസനം സുലൈമാൻ നബി അലൈഹിസ്സലാമിന്റെ രാജസദസ്സിൽ ഹാജരാക്കപ്പെടുകയും ചെയ്തു. അദ്ദേഹം ആ സിംഹാസനം ഇവിടെ കൊണ്ടുവരാൻ വേണ്ടി ഉപയോഗിച്ച മന്ത്രം അത് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതായിരുന്നു എന്ന് ചരിത്ര ഗ്രന്ഥങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം. അങ്ങനെ ബിസ്മി എന്നുള്ളത് ഗതകാല പ്രവാചകന്മാരെല്ലാം വളരെയധികം ശ്രദ്ധിക്കുകയും അവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്ത കാര്യമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിലും ബിസ്മി നിലനിർത്താൻ തൗഫീഖ് തന്ന് അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.